لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد. സൂറത്ത് നാസിലെ മലിക്കിന്നാസ് എന്ന ഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ രാജാവായ അള്ളാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അപ്പം മലിക്ക് എന്ന വാക്ക് പരിശുദ്ധ ഖുർആനിൽ എത്ര തവണയാണ് വന്നത് എന്നും ഖുർആനിൽ ആ പേര് അള്ളാഹുവിൻ്റെ ഇസ്മ വന്ന സ്ഥലങ്ങളിൽ പ്രസ്താവിക്കപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നും ആ വിഷയങ്ങൾ മനസ്സിലാക്കുക വഴി മലിക്കിന്നാസ് എന്ന അള്ളാഹുവിൻ്റെ സവിശേഷമായ നാമത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയും എന്നുമാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇനി നമുക്ക് സൂറത്തുൽ ജുമുഅയിൽ അഥവാ 62-ാം സൂറത്തിൽ 1-ാമത്തെ ആയത്തിൽ അള്ളാഹുവിനെ പറ്റി മലിക്ക് എന്ന് പറയുന്നുണ്ട്. സൂറത്തുൽ ജുമുഅയിലാണ്. ാമത്തെ സൂറത്തിലെ 1-ാമത്തെ ആയത്തിൽ തന്നെ പറയുന്നു. അപ്പൊ ആദ്യത്തെ 5 ആയത്തുകൾ ഒന്ന് ഓതി നോക്കാം. സൂറത്തുൽ ജുമുഅയിലെ 62-ാം അധ്യായമായ സൂറത്തുൽ ജുമുഅയിലെ ആദ്യത്തെ 5 ആയത്തുകൾ. സൂറത്തുൽ ജുമുഅ, ആ പേര് സൂറത്തുൽ ജുമുഅ എന്നത് ആ സൂറത്തിന് ആ പേര് കിട്ടാൻ കാരണമായത് ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്ത് അല്ലാഹു തആല യൗമുൽ ജുമുഅയെ സംബന്ധിച്ച് പറയുന്നു. അതാണ്. അപ്പോൾ ജുമുഅയും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ ചില സൂറത്തുകൾക്ക് ആ സൂറത്തുകൾ തസ്ബീഹ് കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളുണ്ട്. എല്ലാ സൂറത്തും അല്ല, ചില പ്രത്യേക സൂറത്തുകൾ തസ്ബീഹ് കൊണ്ട് തുടങ്ങാം. അതിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ജുമുഅ. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ
എന്നിട്ട് അള്ളാന്റെ ഒരു ഗുണം, ആദ്യത്തെ ഗുണം അൽ മലിക് എന്നതാണ്. പിന്നെയാണ് ഖുദ്ദൂസ്, അസീസ്, ഹക്കീം. ഒരു സൂറത്തിൽ, ആ സൂറത്തിന്റെ ആദ്യത്തിൽ അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് ഏതാണോ അവിടെ പറയുന്നത് അതുമായി ആ സൂറത്തിന്റെ വിഷയത്തിന് ബന്ധമുണ്ടാവും. അപ്പം മലിക്, അൽ മലിക് എന്ന് പറഞ്ഞാൽ മലിക് നാസാണ്. അൽ മലിക് എന്ന് പറഞ്ഞാൽ മലിക് നാസാണ്, ജനങ്ങളുടെ രാജാവ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിൻ്റെയും മലിക്കാണ്, എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് പറയുന്നത്. ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമാണ് യൗമുൽ ജുമുഅ. അപ്പം യൗമുൽ ജുമുഅക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതയിൽപ്പെട്ടതാണ് അതിനു വേണ്ടി ഒരുങ്ങുക എന്നത്. അപ്പം ഒരു പെരുന്നാൾ, ഈദ്, രണ്ട് ഈദ്, ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ അല്ലേ? അതിലേറ്റവും പ്രധാനം എന്താണ്? ഒരുങ്ങലാണ് അല്ലേ? ഇപ്പം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ പെരുന്നാൾ ശരിക്കും ആസ്വദിച്ചത് ഏത് പ്രായത്തിലെ പെരുന്നാളാണ് അല്ലേ? അന്ന് പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് പെരുന്നാളിൻ്റെ രാവ് അല്ലേ? പെരുന്നാളിൻ്റെ ഒരുക്കം, ആ ഒരുക്കമാണ് ഏറ്റവും പ്രധാനം. പെരുന്നാളാണെന്നുള്ള ബോധമില്ല, ഒരുക്കില്ല, ഒരുങ്ങാനില്ല, ഒന്നുമില്ലാതെ സംബന്ധിച്ചുകൊണ്ട് പെരുന്നാളില്ല. ഉണ്ടോ? നബി പറഞ്ഞു മുസ്ലിമീങ്ങൾക്കുള്ള ആഴ്ചയിലെ ഈദാണേത്? യൗമുൽ ജുമുഅ. അതുകൊണ്ട് തന്നെ ഒരു ഒരുക്കമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരുങ്ങുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ. ഈ ജുമുഅക്കുള്ള ഒരുക്കം ശരിക്കും എന്തിനുള്ള ഒരുക്കം? ജുമുഅക്കുള്ള ഒരുക്കം എന്തിനുള്ള ഒരുക്കം? മരിക്കാനുള്ള ഒരുക്കം. എവിടെ മനസ്സിലാകാന്നറിയോ? ഈ സൂറത്തിന്റെ ജുമുഅനെ പറ്റിയിട്ടുള്ള വിഷയം പറഞ്ഞിട്ട് അള്ളാഹ് പറയുന്നത് ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു. ജുമുഅന്റെ ആയത്തിന് ശേഷമായിട്ടാണ് ആ വിഷയം പറഞ്ഞത് അടക്കാന്ന് പറഞ്ഞത്. ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു. ഏതൊരു മരണത്തിൽ നിന്ന് നിങ്ങൾ ഓടി രക്ഷപ്പെടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അത് മുലാഖിക്കും, നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ മരിച്ചൊരു മയ്യത്തിനെ നമ്മൾ ഒരിക്കലെങ്ങനെ കുളിപ്പിച്ചിട്ടില്ല. വെള്ളിയാഴ്ച ദിവസത്തെ ഒരുക്കം, അതിൻ്റെ മര്യാദ പറഞ്ഞപ്പോൾ എല്ലാ കിതാബിലും ആദാബുൽ ജുമുഅ പറഞ്ഞപ്പോൾ, ജുമുഅയുടെ മര്യാദകൾ പറഞ്ഞപ്പോൾ ഒന്നാമതായി പറഞ്ഞ കാര്യം ജുമുഅക്ക് ഒരുങ്ങ എങ്ങനെ കുളിച്ചുകൊണ്ട് ഒരുങ്ങുക എന്നുള്ളതാണ്. എൻ്റെ ഒരുക്കം അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ആ കുളിയെ വെറുതെ കുളിച്ചൊരുങ്ങുക എന്നുള്ളതല്ല. ഒരുപാട് ഹദീസുകൾ വായിക്കാം. ഞാൻ ഹദീസുകൾ മുഴുവനും വായിക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ജുമുഅക്ക് വരികയാണെങ്കിൽ ഇദാ ജാഅ അഹദുക്കും അൽ ജുമുഅ, വരുന്നുണ്ടോ എങ്കിൽ ഫലിയത്തസിൽ, കുളിക്കട്ടെ എന്നാണ് കൽപ്പന. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുക, ജുമുഅക്ക് ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുക പള്ളിയിലാണ്. ബൈനമാ ഹുവ ഖായിമുൻ ഫിൽ ജുമുഅ. അപ്പം ഒരു മുഹാജിറുകളിൽപ്പെട്ട ഒരാൾ, ഇത് ദഖല റജുലുൻ മിനൽ മുഹാജിരീന അവ്വലീന മിൻ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ സഹാബികളിൽ നിന്ന് അത് പറയാതെ മുഹാജിർ അൻസാർ എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ട്. അത് മുഹാജിറുകളിലെ ആദ്യത്തെ അത്രയും പാരമ്പര്യം, ഇത്രയും പഴക്കമുള്ള മുസ്ലിമാണ്. അങ്ങനെയുള്ള ഒരാൾ കടന്നു വന്നു, നബിയുടെ പള്ളിയിലേക്ക് കടന്നു വന്നു. അപ്പോൾ കടന്നു വന്നപ്പോൾ ചോദിച്ചു,
സമയൊട്ടരായവന് ആ വാക്കതാണ്. അതാണ് എന്തേ താമസിച്ചതാണ്. അപ്പോൾ അദ്ദേഹം പറയാണ് മിമ്പർമങ്ങളുടെതൊക്കെ. അപ്പോൾ അദ്ദേഹം പറയാണ്, നബിയെ ഞാൻ കുറച്ച് ഷുഗലിൽ ഏർപ്പെട്ടു പോയി, വിചാരിച്ചമായി പണി കഴിഞ്ഞില്ല, തീർന്നില്ല. അപ്പോഴേക്ക് പാമ്പ് കൊടുത്തു. അപ്പം ഞാൻ ഓടി വന്നത്. വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ വരുമ്പോൾ കുളിക്കണം എന്ന് അറിയില്ലേ എന്ന് മെമ്പറിൽ വെച്ച് ചോദിക്കുന്നുണ്ട്. ഇത് കൊല്ലപ്പെട്ട് പറഞ്ഞ ഹദീസാണ്. ഇമാം മുസ്ലിമിന്റെ വേറെ ഹദീസിലേക്ക് വന്ന സഹാബി ആരാന്ന് പറയുന്നത് ആരാറിയാം? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആയിരുന്നതാണ് ഈ വന്ന സഹാബി. മെമ്പർ എന്നാ പറഞ്ഞത്. അപ്പൊ ആ ഒരുക്കങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിനെ കുളിക്കുമ്പം വെള്ളിയാഴ്ച കുളിക്കുമ്പോൾ ജനാപത്തുകാരൻ്റെ കുളിക്കണം എന്നാണ് പറഞ്ഞത്. വെള്ളിയാഴ്ച എങ്ങനെ വെള്ളിയാഴ്ചത്തെ ജനാപത്തുകാരൻ്റെ കുളിക്കണം എന്ന് പറഞ്ഞ് നബി പറയുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം ഒരു വ്യക്തി ലൈംഗികാവയവങ്ങൾ കഴുകി വൃത്തിയാക്കണം. ആദ്യം വെള്ളം പുറത്തേക്ക് എടുത്തിട്ട് എന്നിട്ട് ഉദു ചെയ്യണം. ഉദു ചെയ്തതിന് ശേഷം വലതുഭാഗം കഴുകണം, ഇടതുഭാഗം കഴുകണം എന്നൊക്കെ റസൂൽ വിശദീകരിക്കുന്നത് കാണാം. ജുമാക്കുള്ള കുളി ആ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരുങ്ങുക എന്നുള്ളതാണ്. പുരുഷന്മാരെ സുഗന്ധം പുരുഷനെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ ശരിക്ക് ഒരുക്കം എന്ന് പറയുന്നത്, ജുമാക്കുള്ള ഒരുക്കം എന്ന് പറഞ്ഞാൽ ശരിക്കും മരിക്കാനുള്ള ഒരുക്കം തന്നെ. അതാണ് ഞാൻ ആയത്ത് പറഞ്ഞത്, കുളിന്റെ മുത്തലെല്ലാം തഫീഖ്. ശരി. അപ്പൊ അല്ലാഹു തആല മലിക്കാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ എന്ന് പറയുന്നതിലൂടെ, അറിയിക്കുന്നതിലൂടെ അല്ലാഹു ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? സൂറത്തുൽ ജുമുഅയുടെ ആദ്യത്തെ ആയത്തിൽ ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹു തസ്ബീഹ് ചെയ്യുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ആ ആയത്തിൽ അല്ലാഹുവിൻ്റെ 4 ഇസ്മുകൾ പറയുന്നു. അതിൽ 5 ഇസ്മുകൾ പറയുന്നു. അതിൽ 4 ഇസ്മുകൾ പറയുന്നു. അതിൽ 1 മലിക്കാണ്, 2 ഖുദ്ദൂസാണ് മഹാപരിശുദ്ധൻ, 3 അസീസാണ് പ്രതാപശാലി, 4 ഹക്കീം വ്യക്തിമാണ്. ഈ 4 വിശേഷണങ്ങളാണ് അല്ലാഹു തആല. അതിൽ ഒന്നാമതായി പറഞ്ഞത് മലിക്കാണ്. അപ്പോൾ ഒരു രാജ്യത്തെ ഭരണാധികാരി, രാജാവ്, അയാൾക്ക് കീഴിൽ ജീവിക്കുന്ന ജനങ്ങൾ, പ്രജകൾ, ആ പ്രജകളെല്ലാം ഈ രാജാവിൻ്റെ വിളി വന്നാൽ അവിടേക്ക് വരണം, ഒരുമിച്ച് കൂടണം. ആ രാജാവിൻ്റെ കൽപ്പനകളെ അംഗീകരിക്കണം, ആ രാജാവിൻ്റെ നിയമങ്ങൾ പാലിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമേ ആ രാജഭരണത്തിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഉണ്ടാവുള്ളൂ. അപ്പോൾ ആളുകൾ എല്ലാ ആഴ്ചയിലും ഒരുമിച്ച് കൂടുന്ന ഒരു ജുമായെ സംബന്ധിച്ച് പറയുന്ന സൂറത്തിലാണ് അല്ലാഹു തആല ഇവിടെ മലിക്ക് എന്ന വാക്ക് പ്രയോഗിച്ചത്. ഇനി ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം? അതാണ് ഏറ്റവും പ്രധാനം. അത് അല്ലാഹു മലിക്കാണ് എന്ന് ഒരാൾക്ക് മനസ്സിലാക്കേണ്ടത് അല്ലാഹു തന്നെ പറഞ്ഞിട്ടാണ്. അടുത്ത ആയത്ത് നോക്കി, ആരാണ് അല്ലാഹു മലിക്കാന്ന് പറയുമ്പോൾ ഹുവല്ലദീ, അവനാണ്. ഏത്? ഈ രാജാവായ അല്ലാഹു. മനസ്സിലാക്കണം. അൽ മലിക്ക്, ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുക്ക് തസ്ബീഹ് ചെയ്യുന്നു. ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുക്ക് തസ്ബീഹ് ചെയ്യുന്നു. ആ അല്ലാഹുവിൻ്റെ ഒന്നാമത്തെ ഗുണം എന്താണ്? മലിക്ക്. ഹുവ, അവനാണ്. ശ്രദ്ധിക്കണം, നമ്മൾ മലിക്കിന്നാസ് പഠിക്കുമ്പോൾ മലിക്ക് നമ്മൾ പഠിക്കണത് ഹുവ, അവനാണ്. അല്ലദീ ബഅസ, നിയോഗിച്ചവൻ. അവനാണ് നിയോഗിച്ചത്. ഫിൽ ഉമ്മീന, നിരക്ഷരരായ ആളുകളിലേക്ക്, വേദജ്ഞാനമില്ലാത്ത, അറിവില്ലാത്ത ആളുകളിലേക്ക് ഈ മലിക്കായ അല്ലാഹുവാണ് നിയോഗിച്ചത്. ആര് നിയോഗിച്ചത്? റസൂലൻ. റസൂലിനെ ഉമ്മീയങ്ങളിലേക്ക് റസൂലിനെ നിയോഗിച്ചു. ആ റസൂൽ ആരാണ്? മിൻഹും, അവരിൽ തന്നെ പെട്ട ഒരു വ്യക്തിയാണ്. അവരിലേക്ക് നിയോഗിച്ചത് അവരിൽ തന്നെ പെട്ട ഒരു വ്യക്തിയെ നിയോഗിച്ചു. അപ്പൊ റസൂലിനെ നിയോഗിക്കുക എന്ന് പറയുന്നത് എന്തിനാണ്? ഇപ്പൊ ഒരു രാജാവ് ഒരു ദൂതനെ അയക്കുന്നു. ആ ദൂതനെ അയക്കുന്നത് ഈ രാജകൽപ്പന ജനങ്ങളെ അറിയിക്കാനാണ്. ഒരു രാജാവ് ദൂതനെ അറിയിക്കുന്നത് ആ രാജകൽപ്പന ജനങ്ങളെ അറിയിക്കാനാണ്. മലിക്കായ അല്ലാഹു
ദൂതനെ അഥവാ റസൂൽ എന്ന് പറഞ്ഞ ദൂതൻ, ആ ദൂതനെ അയക്കുന്നത് എന്തിനാണ്? അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് അള്ളാഹു റസൂലിനെ നിയോഗിക്കുന്നത്. ജനങ്ങൾക്ക് പ്രജകൾക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത, ഒരു ക്ഷേമകരമായ പദ്ധതികളും നടപ്പിലാക്കാത്ത, ഒരു ഗുണവും നൽകാത്ത ഒരു സ്വേച്ഛാധിപതിയായ ഒരു രാജാവായിട്ടല്ല അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. മനസ്സിലായില്ല? മറിച്ച് ജനങ്ങളുടെ ക്ഷേമം മാത്രം ആഗ്രഹിക്കുന്ന, ജനങ്ങളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന, ഒരിക്കലും ജനങ്ങൾക്ക് ഒരു തിന്മയും വരരുതെന്ന് ആഗ്രഹിക്കുന്ന അള്ളാഹു തആല ഒരു ദൂതനെ നിയോഗിക്കുന്നു. ആ രാജാവായ അള്ളാഹു ദൂതനെ നിയോഗിക്കുന്നു. ഇതെന്താണ് മനസ്സിലാക്കുന്നത്? അള്ളാഹു നമുക്ക് മരിക്കാറുണ്ടോ എന്ന് ചിന്തിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല? അള്ളാഹു നമുക്ക് മരിക്കാകുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. അള്ളാഹു എപ്പോഴാണ് മരിക്കാവുന്നതാണ്. അള്ളാഹുവിനെ മരിക്കായി നമ്മൾ അംഗീകരിക്കണമെങ്കിൽ അവിടേക്കാ വരുന്നത്. അള്ളാഹുവിനെ മലിക്കായിട്ട് നമ്മൾ അംഗീകരിക്കും. നെഞ്ഞത്ത് കൈകെട്ടി ഫാത്തി ഒരു കൊല്ലാതെ പുറപ്പിന്ന സോദാന് നമുക്ക് യോഗ്യത ഉണ്ടോ? കൊല്ലാതെ പുറപ്പിന്ന സോദാൻ നമുക്ക് അർഹത ഉണ്ടോ? അള്ളാഹിനോട് അള്ളാഹുവെ നീ മലിക്കാണ് എന്ന് പറയാൻ നമുക്ക് എന്ത് അവകാശമുള്ളത്? ആ മലിക്കായ അള്ളാഹിനെ നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ? മലിക്കായ അള്ളാഹിനെ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു മലിക്കൽ വേണോ? എല്ലാ കൽപ്പനകളും ശിരസ വഹിക്കുന്ന ഒരു പ്രജയാണോ നമ്മൾ? മനസ്സിലാക്കണ്ട. നമുക്ക് അള്ളാഹു മലിക്കാകുന്നുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ആയത്ത് പഠിക്കുമ്പോൾ. ആരാണ് മലിക്കായ അള്ളാഹു? പ്രവാചകരെ നിയോഗിച്ചു. എന്തിനാണ് നിയോഗിച്ചത്? ഇങ്ങനെ ഒരു ദൂതനെ കേവലം ഒരു പേരിന് അയച്ചോ എന്ന് ചോദിച്ചാൽ അയച്ചു എന്ന് പറയാനല്ല, മറിച്ച് ആരാണ്? യത്ലു അലൈഹിം ആയാതി, അവന്റെ വചനങ്ങൾ അവർക്ക് ഓതിക്കൊടുക്കുന്ന, വചനങ്ങൾ ഓതിക്കൊടുക്കുന്ന പ്രവാചകൻ. എന്തിനാണ് ഓതിക്കൊടുക്കുന്നത്? അവരെ സംസ്കരിക്കാനാണ്, ശുദ്ധീകരിക്കാനാണ്, എല്ലാ നിലക്കും സംസ്കരിക്കാനാണ്. അവരെ നന്നാക്കാനാണ്. പിന്നെ എന്തിനാണ് പ്രവാചകൻ നിയോഗിച്ചത്? യുഅല്ലിമുഹും, അവർക്ക് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്ത്? അൽ കിതാബ, കിതാബ് പഠിപ്പിച്ചു കൊടുക്കുന്നു. വൽ ഹിക്മത, അതിന്റെ പ്രായോഗിക രീതിയും പഠിപ്പിച്ചു കൊടുക്കുന്നു. കിതാബും ഹിക്മത്തും പഠിപ്പിച്ചു കൊടുക്കുന്നു. അല്ല, യുഅല്ലിമുഹുൽ കിതാബ വേറൊരായത്തില് യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം എന്നാ പറഞ്ഞത്. ഇത് രണ്ടിടത്തും പറ്റും. ആദ്യം തസ്കിയത്ത് പറയുന്നു, പിന്നെ കിതാബ് ഹിക്മത്ത് പറയുന്നു. ചില സ്ഥലത്ത് കിതാബ് ഹിക്മത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ട് സംസ്കരിക്കും എന്ന് പറയും. അപ്പൊ എന്താ? മലിക്കിന്നാസ്, നമുക്ക് അള്ളാഹു മലിക്കിന്നാസ് ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ആ അള്ളാഹു നിയോഗിച്ച ദൂതൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന, ഈ ഓതി തരുന്ന ആയത്തുകൾ കേൾക്കാനും ആ കിതാബ് പഠിക്കാനൊക്കെ കഴിയുന്നവരും അതിൽ പെട്ടവരുമാകണം നമ്മൾ. അപ്പോഴേ നമുക്ക് അള്ളാഹു ആരാകുള്ളൂ? മരിക്കുള്ളൂ. അത് അപ്പോഴാണ് തസ്കീത്ത് കിട്ടുക, അല്ലെങ്കിൽ കിട്ടൂല. എനിക്ക് നന്നാകാൻ ഒരാളെ സപ്പോർട്ടും വേണ്ട, ഒരാൾ ഇന്നെ നന്നാക്കണ്ട എന്നൊരു മനുഷ്യന് പറയാൻ പറ്റില്ല. അതെ, അങ്ങനെ ഒരാളും സ്വയം ഒരാളും നന്നായിട്ടില്ല, നന്നാകാൻ കഴിയില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കേവലം ഭൗതിക ലോകത്ത് കുറേ ആൾക്കാർ ഉഷാറാണെന്ന് പറയുന്ന ഒരാളാകാനല്ല ലക്ഷ്യം. എങ്ങനെ? ഒരു ഭൗതിക ലോകത്ത് ഒരാൾ ജീവിച്ചു, അയാൾ മരിച്ചുപോയി, അയാളൊരു മാതൃകാ യോഗ്യനാണ്, അയാൾ ഉഷാറാണ്, അങ്ങനെ ആൾക്കാർ, അങ്ങനെ കുറേ ആൾക്കാർ ഭൂമിയിലുണ്ട്, പല ആൾക്കാരും ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരാളാവലല്ല ഇസ്ലാമിന്റെ ലക്ഷ്യം. അത് കേവലം ദുനിയാവിൽ മാത്രമേ ഉള്ളൂ. ആ നന്മ പരലോകത്തേക്ക് കൂടി കിട്ടണം. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈ വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഈമാൻ ഉണ്ടാവണം, വിശ്വാസം ഉണ്ടാകണം, ഇല്ലെങ്കിൽ കിട്ടൂല. ഒരുപാട് 10,000-കണക്കിന് ആളുകൾക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു, ഒരുപാട് ജനസേവന പ്രവർത്തനങ്ങൾ ചെയ്തു. രാജ്യത്തിൽ മാതൃകാ മനുഷ്യനായ അയാൾ മരിച്ചപ്പോൾ ആൾക്കാരൊക്കെ ഓഫീസുകളവിടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് ആൾക്കാരൊക്കെ പൂജിക്കുന്ന, ആരാധിക്കുന്ന ഒരാളായി എന്നുള്ളത് കൊണ്ട് ഒരിക്കലും അയാൾ നന്നായി എന്ന് പറയണ്ട. മറിച്ച് അയാൾക്ക് എന്തുകൂടി വേണം? അപ്പുറത്തേക്ക് ഉള്ളത് വേണം.
അതാണ് ഖുർആന്റെ വീക്ഷണം. യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത. ഇനി അതില്ലെങ്കിൽ എന്താ? അതില്ലെങ്കിൽ എന്താ? ബാക്കി വായിക്കും. വൈകാരോ വ്യക്തമായ, അതിന് മുമ്പ് വ്യക്തമായ വഴികളിലാണ്. അതിന് മുമ്പ് ഈ ഗ്രന്ഥം കിട്ടുന്നതിന് മുമ്പ് വ്യക്തമായ വഴികേടാണ്. നമ്മളെ ഹൃദയത്തിൽ ഖുർആൻ ഇല്ലെങ്കിൽ, നമ്മൾ ഖുർആൻ പഠിക്കുന്നില്ല എങ്കിൽ, നമ്മളാവട്ടെ നമ്മളെ കുടുംബമാകട്ടെ അത് പഠിക്കുന്നില്ല എങ്കിൽ നമ്മൾ എവിടെയാണ്? ദലാലും മുബീനാണ്. അത് ആര് പറഞ്ഞ? അല്ലാഹു പറഞ്ഞത്. ഈ ദലാലും മുബീനായ നമ്മൾ ഇനി പഠിക്കില്ല എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? പഠിച്ചവനെ അംഗീകരിക്കുമോ? കാരണം അത് ആത്മാർത്ഥമായി പറയാൻ കഴിയില്ല. ബാക്കി വായിക്കും. ഇനി വേറെയും ചില ആൾക്കാരുണ്ട്, അവരിലേക്ക് കൂടിയാണ്. അവരിലേക്ക് വന്ന് ചേർന്നിട്ടില്ലാത്ത ഒരു വിഭാഗമുണ്ട്, അവരിലേക്ക് കൂടിയാണ് ആര് നിയോഗിക്കപ്പെട്ടത്? നമ്മളാണ്. നമ്മൾ മാത്രമല്ല, ലോകത്തിലെ പല ഭാഗത്തിലുള്ള ആൾക്കാർ പറഞ്ഞതാണ്. അപ്പൊ ചില ആൾക്കാർ എന്താ പറയാ? അതിന് മറുപടിയാണ് അത് 6-ാം നൂറ്റാണ്ടിലെ അറബികളിലേക്ക് ഇറങ്ങിയ ഗ്രന്ഥമാണ് ഖുർആൻ. 6-ാം നൂറ്റാണ്ടിലെ അറബികളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഖുർആൻ എന്നൊരാൾ പറഞ്ഞാൽ അതിന്റെ മറുപടിയാണ് ഈ 3-ാമത്തെ ആയത്ത്, ജുമായിലെ 3-ാമത്തെ ആയത്ത്. ഖുർആൻ 6-ാം നൂറ്റാണ്ടിലെ അറബികളിലേക്ക് മാത്രമല്ല, അവരിലേക്ക് വന്ന് ചേർന്നിട്ടില്ലാത്ത ഇനി വരാതിരിക്കുന്ന പിൽക്കാലക്കാരിലേക്ക് കൂടി നിയോഗിക്കപ്പെട്ട ആളാണ് അസീസുൽ ഹക്കീം. അല്ലാഹു അസീസും ഹക്കീമുമാണ്. ദാലിക ഫദ്ലുല്ലാഹ്. അത് അല്ലാഹു കൊടുക്കണ ഫദ്ലാണ്. എല്ലാവർക്കും കിട്ടുമോ? ഖുർആൻ പഠിക്കാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടായിട്ട് എല്ലാവർക്കും വരുമോ? ഇല്ല. യുക്തിഹി, അത് കൊടുക്കും. ആർക്ക്? മയ്യശാ. അതർത്ഥം ആർക്ക് കിട്ടുന്നതാണ് ഉദ്ദേശിക്കുന്നത്? ഇന്നിപ്പോ സൂറത്തുൽ ജുമാഅന്റെ ആദ്യത്തെ 5 ആയത്ത് കേട്ടു, അതിന്റെ ഖിറാഅത്ത് കേട്ടു, അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നു, പഠിക്കുന്നു, അല്ലെ? ഈ ഭാഗ്യം ഇന്ന് കിട്ടണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ച ആൾക്കാർ പോലുണ്ട്. മനസ്സിലായിട്ട് പറഞ്ഞേ, അള്ളാഹു ആർക്കാണോ ഉദ്ദേശിച്ചത് അവർക്കത് കിട്ടും. വല്ലാഹു ഫദ്ലിൽ അദീം. അല്ലാഹു തആല മഹത്തായ അനുഗ്രഹം നൽകുന്നവനാകും. അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ നിഅമത്ത്, അനുഗ്രഹം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഖുർആൻ പഠിക്കുന്ന ഒരാളാവുക എന്നുള്ളതാണ്, ഒരു ദാഹിയാവുക. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഇനി എങ്ങനെ മരിച്ചാലും, ഏത് രൂപത്തിൽ മരിച്ചാലും നമുക്ക് എന്തില്ല, പ്രയാസപ്പെടാനില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ പട്ടാമ്പിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ, പട്ടാമ്പിക്കാരനാണ്, മലയാളിയാണ്. അയാൾ കോയമ്പത്തൂര് നമ്മളെ നമ്മളെ മീറ്റിങ്ങിന് വന്നില്ല, വളരെ അസംബേസായിരുന്നു. നമ്മളെ മീറ്റിങ്ങിന് നമ്മുടെ നാട്ടിൽ വന്നില്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു സൈറ്റ് ഉണ്ട് ഇപ്പോൾ ഇവിടെ കോയമ്പത്തൂര്. അപ്പം അദ്ദേഹത്തിൻ്റെ ജോലി സ്ഥലത്ത് പണിയെടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, പട്ടാമ്പിക്കാരനാണ്. അപ്പം അയാളൊരു ആക്സിഡൻറ്റിൽ മരിച്ചു, ഒരു സ്കൂട്ടർ ആക്സിഡൻറ്റിൽ മരിച്ചു. അപ്പം വിളിക്കുകയാണ്, സമയത്ത് വിളിക്കുകയാണ്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലാണ് വിളിക്കണേ. കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ വിളിച്ചിട്ട് എന്നോട് പറയാണ്, അതിന് എൻ്റെ ഒരു പണിക്കാരൻ മരിച്ചിട്ടുണ്ട്, ആക്സിഡൻറ്റിൽ മരിച്ചതാണ്. നല്ല ദാദിയാണ്, നല്ല നിസ്കാരവും കാര്യങ്ങളൊക്കെ, നല്ല ഈമാൻ എന്നുള്ള നമ്മുടെ പ്രവർത്തകനാണ്, നല്ല ധീരിയായ ചെറുപ്പക്കാരനാണ്, ഇതിൽ പഠിക്കുന്ന ചെറുപ്പക്കാരനാണ്. ഒരു സ്കൂട്ടറിൽ സൈറ്റിലേക്ക് ആവശ്യമായ സാധനം വാങ്ങാൻ വേണ്ടി പോയതാണ്. സ്കൂട്ടർ ഗട്ടറിലേക്ക് മറിഞ്ഞിട്ട് അയാൾ റോഡിലേക്ക് ലോറി കയറിപ്പോയി. അപ്പോൾ എന്നെ വിളിക്കണമെന്ന് വെച്ചാൽ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ മയ്യത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് ഈ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്യുന്ന ഒരു കേന്ദ്രമുണ്ട് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിന് തൊട്ടടുത്ത്. നമ്മുടെ നാട്ടിൽ സി സെൻ്ററൊക്കെ മയ്യുണ്ട്, എല്ലാ മയ്യത്തും അവരെന്നെ കുളിപ്പിച്ചു. അപ്പം ഇദ്ദേഹത്തിനെ വിളിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇവർ പറയാണ്, ആര് ഈ മയ്യത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയപ്പോൾ ഓര് പറയണത് ഇത് കുളിപ്പിക്കാനും പറ്റൂല, ഒന്നും ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾ കഫൻ ചെയ്തിട്ട് തരാമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യുക, ഇത് കുളിപ്പിക്കാൻ പറ്റില്ല അവർ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല, ഒരു ആ തുണിയിൽ പോയി തന്നെ വാങ്ങിക്കൊണ്ടില്ല.
കാരണം ഓരേക്കാൾ വലിയ പരിചയമുള്ള ആൾക്കാരൊന്നും അല്ല നമ്മൾ. കാരണം ഇത് പല ടൈപ്പ് മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് പരിചയമുള്ള ആൾക്കാരാണ് ഈ ആൾക്കാർ. ഓരേക്കാൾ പരിചയം നമുക്കില്ല. ഒരു ഇത് കുളിപ്പിക്കാനൊന്നും പറ്റൂല എന്ന് പറയുകയാണെങ്കിൽ ഒരു ആ തുണി പൊഞ്ഞ് വരുന്നത് നേരെ എടുത്ത് വാങ്ങാൻ കൊണ്ടുപോയിട്ട് കവറെടുക്കുക. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ചെറുപ്പക്കാരൻ ആലോചിച്ച് നോക്കി. ഈ ചെറുപ്പക്കാരനെ പണിക്ക് പോയി, ജോലിക്ക് പോയി അല്ലെ, ഈ വെയിലും വിയർപ്പും ചൂടും ഒക്കെ കൊള്ളുന്നത് എന്തിനാണ്? ഈ കഷ്ടപ്പാട് എന്തിനാണ്? അവനാൻ്റെ കുടുംബത്തിന് അല്ലെ, അവനാൻ്റെ മക്കൾക്ക് അവർക്ക് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്ത് അവർ ഭക്ഷണം കഴിക്കണം കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട് അല്ലേ. ഒരു ഡ്രസ്സ് വാങ്ങി ആ മക്കൾ ഡ്രസ്സിട്ട് വരുമ്പം വാപ്പാക്കളുടെ സന്തോഷമുണ്ട്. ആ മക്കൾ വാപ്പ വാങ്ങിക്കൊടുത്ത ബാഗ് വെച്ചിട്ട് സ്കൂൾക്ക് പോകുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് അല്ലേ. ആ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഈ മനുഷ്യനെ ഇതൊക്കെ സഹിക്കുന്നത്, ത്യാഗമൊക്കെ സഹിക്കുന്നത്. ആ ഒരു യാത്രക്കിടയിലാണ് ആര് മരിക്കുന്നത്? ഈ ചെറുപ്പക്കാരൻ മരിക്കുന്നത്. ഷഹീദിൻ്റെ പദവിയാണ്. കാരണം ഈമാൻ തത്വയ്ക്കുള്ള നല്ലൊരു ദായിയായ നല്ലൊരു മനുഷ്യനാണ് ഈ ഷഹീദിൻ്റെ പദവിയാണ്. അപ്പം എപ്പോൾ എങ്ങനെ എവിടെ നമുക്കാർക്കും ഒരു നിശ്ചയമില്ല. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ആയത്തിൽ അല്ല പറഞ്ഞതുപോലെ അള്ളാൻ്റെ ദുൽ ഫദ്ലിൽ അദീം പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു ഓഹരിയാണ്. ആ ഓഹരി കിട്ടിയിട്ട് പോകണം. നമുക്കുള്ള ഓഹരി എന്താ? വരാ തൻസ നസീബിക്കാം ദുനിയാവിൻ്റെ ഓഹരി മറക്കണ്ടാറില്ല. അവ തന്നെ ഓഹരി എന്താ? നമുക്ക് നിശ്ചയിച്ച മരണത്രാമത്തെ വയസ്സിലായി വെച്ചോളി. ആ വയസ്സ് വരെ തന്നതാണ് നമുക്കുള്ള ഓഹരി. ഏത് വയസ്സെന്നറിയാം. ആ ഓഹരി മഹത്തായ ഓഹരിയാക്കി വാങ്ങിപ്പോകണം. സുബ്ഹാനല്ലാഹ്, മനസ്സിലാക്കുന്നുണ്ട്? ആ ഓഹരി നിസ്സാരാകരുത്, അതിൽ മഹത്തായ ഓഹരിയാക്കി പോകണം. അതിനെന്താ വേണ്ടത്? അള്ളാഹു മലിക്കാണ് എന്ന് അംഗീകരിക്കണമെങ്കിൽ അള്ളാഹിൻ്റെ കിതാബ് അംഗീകരിക്കണം അല്ലേ. ഇനി അള്ളാഹു മലിക്കാണ് എന്ന് അംഗീകരിക്കാത്ത വിഭാഗം ആരാണ്? അള്ളാഹു മലിക്കാണ്, മലിക്കിന്നാസാണ് അള്ളാഹു അംഗീകരിക്കാത്ത വിഭാഗങ്ങൾ ജൂതന്മാർ. അടുത്ത ആഴ്ച വെച്ചു ഓരോരുത്ത ചെയ്ത പണി അറിയോ? മെതലിൽ ഹുമ്മിൽ തൗറാത്ത ഉമ്മലം യഹ്മിലുഹ കമസലിൽ ഹിമാനി യഹ്മിലു, ഗ്രന്ഥ ചുമക്കുന്ന കഴുതകളെ പോലെ. ഗ്രന്ഥ ചുമക്കുന്ന കഴുതകളെ പോലെ ഞങ്ങൾ ഗ്രന്ഥത്തിൻ്റെ ആൾക്കാരെന്ന് ഒരു പറഞ്ഞു. ഞങ്ങൾക്ക് ഗ്രന്ഥമുണ്ട്, കിതാബുണ്ട്, തൗറാത്തിൻ്റെ ആൾക്കാരാണ് എന്ന് പറഞ്ഞു എന്നല്ലാതെ ആ ഗ്രന്ഥം കൊടുത്ത അള്ളാഹിനോട് ഒരു നിലക്കോ രീതി കാണിച്ചില്ല. അതാ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകൾ. ഈ വിശേഷണം മുസ്ലിമിൽ നമ്മക്ക് വരും. കഴുതാന്ന് ഒരാൾ മുഖത്ത് നോക്കി കഴുതയെന്ന് വിളിച്ചാൽ സൈക്കൂല. ഇത് ഡയറക്റ്റ് അള്ള വിളിക്കുക. ഗ്രന്ഥം പഠിക്കാത്തവനെ കഴുതയാണ്. ഗ്രന്ഥം പഠിക്കാത്ത ജൂതനല്ല കഴുതാതാ വിളിച്ചത്. ഗ്രന്ഥം പഠിക്കാത്ത നമ്മളെ അള്ള വിളിക്കുന്ന പേരെന്താ? കഴുത. സൂറത്തുൽ ജുമഅയാണ്. അള്ളാന്റെ ആയാത്തുകളെ നിഷേധിക്കുന്നവരെക്കാളും മോശമായി കൗവാറില്ല. പീസൽ കൗമില്ലതിനെ കരുതപടിയായതില്ല. അള്ളാന്റെ ആയാത്തുകളെ നിഷേധിക്കുന്നവരെക്കാൾ മോശപ്പെടുന്നവരല്ല. ഈ അക്രമികാരികളായ ഞങ്ങൾ അള്ളാഹ് ഒരിക്കലും ഇല്ലാക്കില്ല. അപ്പൊ സഹോദരങ്ങളെ, അള്ളാഹു മലിക്കാണ് എന്നത് കേവലം ഒരു സൂറത്തുൽ നാസില് നമ്മൾ ഓതുന്ന കേവലം ഒരു ആയത്ത് മാത്രമായാൽ പോരാ. എന്താ പോയിന്റ്? എന്താണ്? മലിക്കിന്നാസ് എന്നത് സൂറത്തുൽ നാസിലെ ഒരു ആയത്ത് മാത്രമായാൽ പോരാ, മറിച്ച് നമ്മുടെ സാക്ഷ്യമായിരിക്കണം. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മളൊരു സാക്ഷിയാകണം. അള്ളാഹിനെ അംഗീകരിക്കണം. മലിക്കാണ് അള്ളാഹു എന്ന് അംഗീകരിക്കണമെങ്കിൽ അള്ളാഹിൻ്റെ ഗ്രന്ഥം അംഗീകരിക്കണം, അള്ളാഹിൻ്റെ കിതാബ് അംഗീകരിക്കണം. അത് അംഗീകരിക്കാത്തവരല്ല മലിക്കാൻ അംഗീകരിക്കാൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ് വിശദീകരിക്കാം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അറിവില്ലായ്മ വന്നുപോയി തെറ്റിപ്പറ്റിക്കും അള്ളാഹു വിട്ടുകൊടുക്കും മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ആരോഗ്യം നൽകി നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين.